RCB കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നു. RCB ചാമ്പ്യന്മാർ. 18 വർഷത്തിന് ശേഷം വിരാട് കോഹ്ലിക്ക് ആ ശാപമോക്ഷം ഉണ്ടായിരിക്കുന്നു. വിരാട് കോഹ്ലിക്ക് കിരീടം ഉണ്ടായിരിക്കുന്നു. RCB ചാമ്പ്യന്മാർ. IPLന്റെ 18ാം സീസണിൽ 18ാം നമ്പറുമായി ഇത്രയും കാലം ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി നിന്ന ആ വിരാട് കോഹ്ലി ഇപ്പോൾ RCBയുടെ ഒപ്പം ഒരു കിരീടത്തിലേക്ക് എത്തുന്നു. എല്ലാ ഇന്ത്യക്ക് നേടാവുന്നതെല്ലാം നേടിത്തന്ന വിരാട് കോഹ്ലി IPLൽ ഒരു കിരീടത്തിനായി കാത്തിരുന്നത് 18 വർഷമാണ്. അതുകൂടി സാധിച്ചിരിക്കുന്നു. എന്തായാലും വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിന്റെ IPL കരിയറിൽ ഇതുവരെ കാത്തിരുന്ന IPL കരിയറിൽ 18 വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. വിരാട് കോഹ്ലിക്ക് കിരീടം. എന്തായാലും കന്നിക്കിരീടം നേടാനുള്ള പഞ്ചാബിന്റെ കാത്തിരിപ്പ് ഇനിയും നീളും. നമുക്കറിയാം ശ്രേയസ് അയ്യരിന്റെ കണ്ണീരോടെ തന്നെ ശ്രേയസ് അയ്യരിന് ഇത്തവണ മടങ്ങേണ്ടി വരും. കഴിഞ്ഞ വർഷം കൊൽക്കത്തയെ കിരീടത്തിലെത്തിച്ച നായകനെ കൊണ്ടുവന്ന് പഞ്ചാബ് ഒരു കിരീടത്തിന് ശ്രമിച്ചതാണ്. പഞ്ചാബിന് എന്തായാലും ഇത്തവണയും നിരാശയോടെ മടങ്ങേണ്ടി വരും. വിരാട് കോഹ്ലിക്ക് കിരീടം കിട്ടുന്നു. അതുതന്നെയാണ് അത് കണ്ണീരോടെ വിരാട് കോഹ്ലി അത് അദ്ദേഹത്തിന്റെ ആനന്ദം പറയാവുന്നതിലും അപ്പുറമാണ്. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വർഷത്തോളം താൻ ഈ ശ്രമം കൊണ്ടുവരുന്നത് ഇത്തവണ ആ കിരീടം തനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഉടനീളം ബാറ്റ് ചെയ്തത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിച്ചാൽ ഇതുപോലെ സ്ഥിരത പുലർത്തിയ ഒരു ബാറ്റർ നമ്മുടെ IPLന്റെ ചരിത്രത്തിൽ ഇതുപോലെ സ്ഥിരത പുലർത്തിയ ഒരു ബാറ്ററില്ല. കാരണം 8000-ലധികം റൺസ് നേടിയ ഒരേ ഒരു ബാറ്ററാണ് വിരാട് കോഹ്ലി. 8 സെഞ്ചുറികൾ നേടിയ ഒരു ബാറ്ററാണ്. എല്ലാ സീസണിലും വിരാട് കോഹ്ലിയുടെ മികവിലാണ് RCB മുന്നോട്ട് പോയത്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടിയ താരം, അങ്ങനെ റെക്കോർഡുകളുടെ പേരുകളിൽ പലപ്പോഴും വിരാട് കോഹ്ലിയുടെ പേര് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അവിടെ ബാക്കിയായി നിന്നത് ഒരേ ഒരു കിരീടമാണ്. 3 തവണ ഫൈനലിൽ എത്തിച്ച് അവിടെ നിന്ന് കണ്ണീരോടെ മടങ്ങിയ വിരാട് കോഹ്ലി ഒടുവിൽ RCBക്ക് ആ കിരീടത്തോടെ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ടെസ്റ്റ് ടീമിൽ നിന്ന് കൂടി അദ്ദേഹം വിരമിച്ച ഒരു കാലഘട്ടത്തിൽ, 2020 ടീമിൽ നിന്ന് വിരമിച്ച ഒരു കാലഘട്ടത്തിൽ ഏത് നിമിഷം RCB ടീമിൽ നിന്ന് അദ്ദേഹം പോകുമെന്ന് ആരാധകർ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം എന്ന് പറയാം കരിയറിൽ.